നിങ്ങളല്ലേ ആ മരണത്തിന് പിന്നിൽ? അല്ല. അല്ലേ? ആ അല്ല. മരണ ദിവസം നിങ്ങളും നടേശ സാറും തമ്മിൽ കണ്ടിരുന്നില്ലേ? ചോദിച്ചത് കേട്ടില്ലേ? കണ്ടിരുന്നു. എവിടെ വെച്ച്? ആശുപത്രി വെച്ച. എന്തിനാ നിങ്ങൾ അവിടെ പോയത്? മാഡം, ഒരാൾ ആശുപത്രിയിലാന്നറിഞ്ഞാൽ നമ്മൾ കാണാൻ പോകത്തില്ലേ? ഒച്ച കൊള്ളം. കൊല്ലാൻ വേണ്ടിയല്ലേ നിങ്ങൾ അവിടെ ചെന്നത്? കൊല്ലാൻ ആരെങ്കിലും ആശുപത്രി തിരഞ്ഞെടുക്കോ മാഡം? ബുദ്ധിയുള്ള ആരും അത് ചെയ്യൂല. അതിബുദ്ധിയുള്ളവരെ അങ്ങനെ ചെയ്യൂന്ന് ഞാൻ പറഞ്ഞ നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റൂ? മാഡം മുൻവിധിയോട് ഇങ്ങനെ ചോദിച്ചാ ഞങ്ങൾ എന്ത് ചെയ്യാണ്? ശരി, മനോഹരൻ നടേശൻ സാറിനെ ആശുപത്രിയിൽ ചെന്ന് കണ്ടു. സാധാരണ ഈ രോഗികളെയൊക്കെ കാണാൻ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുന്ന പതിവുണ്ടല്ലോ. നിങ്ങൾ എന്താ വാങ്ങിക്കൊണ്ട് പോയത്? അവിടുന്ന് കിട്ടിയ മദ്യക്കുപ്പി നിങ്ങളല്ലേ കൊണ്ടുപോയി കൊടുത്തത്? അതില് വിഷം കലർത്തി കുടിപ്പിച്ചത് നിങ്ങളല്ലേ? അയ്യോ, അങ്ങനെയല്ലേ നിങ്ങൾ സാറിനെ കൊന്നത്? ഇല്ല ഇല്ല മാഡം, ഞാനൊരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. ഞാൻ പോയതും കണ്ടതും ശരി തന്നെയാണ്. കാണാൻ പോയപ്പം ഞാൻ കൊണ്ടുപോയത് മദ്യക്കുപ്പിയല്ല, ഒരു പൊതിച്ചോറാണ്. അപ്പൊ പൊതിച്ചോറിലാണ് വിഷം കലർത്തിയിരുന്നത് അല്ലേ? ഇല്ല മാഡം, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. സത്യം പറയിപ്പിക്കാൻ എനിക്ക് അറിയാം. മാഡം, ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്. സാറ് ഞങ്ങളുടെ ശത്രു തന്നെയായിരുന്നു. പക്ഷെ കൊല്ലാനും മാത്രമുള്ള വൈരാഗ്യമൊന്നും ഞങ്ങൾ തമ്മിൽ ഇല്ലായിരുന്നു. ഞാൻ തെളിയിച്ചോളാം. ഇപ്പൊ ഞാൻ പോകുന്നു. നമുക്കിനിയും കാണേണ്ടി വരും. മാഡം, എന്തായി മാഡം? അവര് പറഞ്ഞതെന്ന് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? കിട്ടിയെന്നും പറയാം, ഇല്ലെന്നും പറയാം. മാഡം, ദേവിക അവരായിരിക്കും ഇത് ചെയ്തത്. അതിന് ദേവിക ഹോസ്പിറ്റലിൽ പോയിട്ടില്ലല്ലോ. അവരെന്തിനാ മാഡം ആശുപത്രി പോന്നെ? എല്ലാം പിന്നിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊടുത്താ പോരെ? വിഷം വാങ്ങിയതും അത് സാറിന് കൊടുക്കാനുള്ള പ്ലാൻ തയ്യാറാക്കിയതും അവരാണെങ്കിലും അത് നടപ്പാക്കുക മാത്രമാണ് മനോഹരൻ ചെയ്തെങ്കിലും അപ്പോഴോ? എന്തായാലും അന്വേഷണം കഴിയട്ടെ. ഈ സ്റ്റേജിൽ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. മാഡം, വേറെ ആരുമല്ല, അവര് തന്നെയാ. എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയമില്ല. നോക്കാം.